ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതുപോലെ തന്നെ വലിയ വലിയ ഷോപ്പുകളിൽ അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലക്സുകളിൽ അതുപോലുള്ള ഏരിയകളിൽ വരുന്ന വലിയൊരു പാനൽ ബോർഡ് സിസ്റ്റം ഉണ്ട്. ഈ പാനൽ ബോർഡ് സിസ്റ്റം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ പാനൽ ബോർഡിങ്ങിൻ്റെ വയറിങ് പോയിരിക്കുന്നതാണ്. അതിൻ്റെ കേബിളുകൾ പോയിരിക്കുന്ന ട്രേ ആണ് കാണുന്നത്. അതായത് 1, 2, 3 നിലകളുണ്ടെങ്കിൽ ആ 3 നിലകളിലേക്ക് സെപ്പറേറ്റ് കേബിളുകൾ ഏതെങ്കിലും റൂമുകളിൽ സെപ്പറേറ്റ്, അതായത് ഓരോ റൂമുകളും വാടകയ്ക്ക് കൊടുക്കാണ്ട് അതിലേക്ക് പോയിരിക്കുന്ന കേബിളുകൾ, പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വീട് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാം കേബിളിലാണ് പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ KCBയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒറ്റ കേബിളാണ് വരുന്നത്. KCBയിൽ നിന്ന് വരുന്ന കേബിൾ ഓൺ ഓഫ് ബട്ടണാണ് അവിടെ വന്നിരിക്കുന്നത്. ഓൺ ഓഫിൻ്റെ ലിവറാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്നുമാണ് ഈ ബസ് ബാർ വഴി എല്ലാ സെക്ഷനിലേക്കും, ഈ കാണുന്നത് ഓരോ ഷോപ്പുകളുടെ മീറ്ററുകളിലാണ് വരുന്നത്. ഇത് ഓരോ ഷോപ്പുകളുടെ സെപ്പറേറ്റ് മീറ്ററുകളിലേക്കാണ് ഈ ബസ് ബാർ വഴി വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്നത് 3 ഫേസ് കണക്ഷൻ ആണെങ്കിൽ 3 ഫേസ് വേണമെങ്കിൽ 3 ഫേസ് നമുക്ക് എടുക്കാം. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ KCBയിൽ നിന്ന് വരുന്നത് ഡയറക്റ്റ് ഇതിലേക്കാണ് വരുന്നത്. ഈ ഇൻകമർ എന്ന് കണ്ട അതിൻ്റെ അകത്ത് കുറച്ചിരിക്കുന്ന വലിയൊരു കേബിളാണ്. ആ വലിയ കേബിൾ വഴി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. അതിൽ നിന്നും സെപ്പറേറ്റ് ബസ് ബാർ വഴി 3 ഫേസ് ആണ് വരുന്നത്. 3 ഫേസ് വേണ്ട കടകളാണെങ്കിൽ 3 ഫേസ് എടുക്കാം. ഇനി അതല്ല സിംഗിൾ ഫേസാണ് വേണ്ടെങ്കിൽ സിംഗിൾ ഫേസ് നമുക്ക് ഓരോ കടകൾക്ക് വേണമെങ്കിൽ സിംഗിൾ ഫേസും അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ KCBയിൽ നിന്നും 3 ഫേസ് നമുക്ക് ഡയറക്റ്റായിട്ട് KCBയിൽ നിന്ന് വന്നിരിക്കുന്ന സെക്ഷനിൽ നിന്ന് അതിൽ നിന്ന് ബസ് ബാർ വഴി സെപ്പറേറ്റ് മീറ്ററുകളിലേക്കാണ് പോകുന്നത്. ഈ സെപ്പറേറ്റ് പോകുന്ന മീറ്ററുകളിൽ നിന്നുമാണ് നമ്മൾ ഈ പറഞ്ഞ കേബിളുകൾ, എല്ലാ കേബിളുകളും ഓരോ സെപ്പറേറ്റ് കേബിളുകൾ നമ്മൾ ഓരോ ഷോപ്പിലേക്കും കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് റീഡിങ് എടുത്തതിന് അതിൻ്റെ ശേഷം ഓരോ റൂം അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഏത് സ്ഥലത്തെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ട്രിപ്പ് ആവുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്തത് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ എർത്തിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ട്രേയിലൂടെയാണ് നമ്മൾ എല്ലാ കേബിളുകളും കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഹാങ്ങിങ് ചെയ്തതിന് ശേഷം ട്രേ അടിച്ചതിന് ശേഷം ട്രേയിലൂടെ കേബിളുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് UG കേബിളുകൾ അല്ലെങ്കിൽ ആർമേഡ് കേബിളുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഗ്ലാൻഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. കേബിൾ ഗ്ലാൻഡിങ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എർത്ത് ചെയ്തിരിക്കുന്ന ഈ കാണുന്നത് എർത്ത് പട്ട പോലെ വരുന്നുണ്ട്. ആ എർത്ത് പട്ടയാണ് ഫുൾ എർത്ത് വരുന്നത്. ഇതിലേക്കുമാണ് ഇത് ഓരോ സെക്ഷനിലേക്ക് പോയിട്ടുള്ള, അതായത് മൊത്തം ബസ് ബാർ വഴി പോയിരുന്നുണ്ടെങ്കിലും നേരെ നമ്മുടെ ട്രെയിലൂടെ ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ പറയുന്ന ഇത്രയും വീതിയിലുള്ള നമ്മുടെ എർത്തിൻ്റെ കോപ്പറിൻ്റെ റോഡ് പോയിട്ടുണ്ടാവും. കോപ്പറിൻ്റെ പ്ലേറ്റ്, ആ പ്ലേറ്റ് അതിൽ നിന്നുമാണ് എർത്ത് എല്ലാം അതിലേക്ക് ലിങ്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ താഴെ കൊന്നതിന് ശേഷം 2 ബിറ്റ് അല്ലെങ്കിൽ 3 ബിറ്റ് നമ്മൾ എർത്തിന് വേണ്ടി സെപ്പറേറ്റ് കുഴികൾ എടുത്തതിന് ശേഷം അതിലേക്ക് ലിങ്ക് ചെയ്ത് അതിലേക്ക് എർത്ത് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ട്രെയിലൂടെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷനും നോക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ ഈ പാനൽ ബോർഡിന് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10 ഇഞ്ചാണ് പ്രൊജക്ഷൻ വരുന്നത്. ഏകദേശം ഒരു 10 ഇഞ്ച് പ്രൊജക്ഷൻ വരുന്നു. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു സൈഡുകളിൽ ഒതുക്കി കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് KCBയിൽ നിന്നും വരുന്ന ലൈൻ, അതിൽ നിന്നും ബസ് ബാർ വഴി സെപ്പറേറ്റ് KCBയിൽ നിന്ന് വരുന്ന 3 ഫേസ് ലൈനിൽ നിന്ന് 3 ഫേസ് എടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകൾക്ക് സിംഗിൾ ഫേസ് വന്ന് സിംഗിൾ ഫേസ് എടുക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. കാരണം കാണുന്ന ആളുകളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.